അങ്ങനെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെല്ലാം മറുപടിയുമായി തൊപ്പി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെറും വരവല്ലേ കേട്ടോ, ചില തെളിവുകളും വീഡിയോകളും ഒക്കെ കണ്ടാണ് ആശാൻ വന്നിരിക്കുന്നത്. വീഡിയോകൾ എന്ന് പറയുമ്പോൾ മറ്റേ മമ്മു ഒന്നിടാണ്ട് കിടക്കുന്ന ചില വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ ആശാന്റെ അടുത്ത്. അതൊക്കെ ആശാൻ കാണിക്കുന്നുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് സംഭവം ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ പറയുന്ന തൊപ്പിക്ക് സ്വന്തമായിട്ട് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, MRZ ഗ്യാങ് എന്നായിരുന്നു അതിന്റെ പേര്. 3 മാസം മുമ്പേ ആ ഗ്യാങ് പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന മമ്മു എന്ന് പറയുന്നവനും ഷമീർ എന്ന് പറയുന്നവനും ഈ പറയുന്ന തൊപ്പിക്കെതിരെ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഒരുപാട് കാര്യങ്ങൾ തൊപ്പിക്കെതിരെ പറയുന്നുണ്ട്. മെയിനായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തൊപ്പി എക്സ്ട്രീം ടോർച്ചറിംഗ് ആണ്, താങ്കൾ കൊണ്ട് എല്ലാ വീട്ടുപണിയും മറ്റു കാര്യങ്ങളും ഒക്കെ എടുപ്പിക്കും, ഷെഡ് വരെ കഴുകിപ്പിക്കും, പക്ഷെ അതിനൊന്നും പണം തരാറില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ വെച്ച് ഒരുപാട് യൂട്യൂബിൽ ലൈവും മറ്റു പല പ്ലാറ്റ്ഫോമുകളിൽ ഗെയിം സ്ട്രീമിംഗും ഒക്കെ നടത്തും. എന്നിട്ട് അതുവഴി തൊപ്പി ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കും. അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഇവർക്ക് കൊടുക്കാറില്ല പോലും. എന്നിട്ട് ഇവർക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ മറ്റുള്ളതിന്റെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവര് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അടക്കം മുതലെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഇതിനൊക്കെയുള്ള മറുപടി എന്നാണ് തൊപ്പി ഇന്നലെ രംഗത്ത് വരുന്നത്. മറുപടി എന്ന് പറയുമ്പോൾ നീണ്ട മറുപടിയാണ് കേട്ടോ. 2.5 മണിക്കൂറുണ്ട് ആശാന്റെ ലൈവ്. അത് ഞാൻ കണ്ടു തീർക്കാൻ പെട്ട പാടിന്റെ മക്കളെ. എന്നാലും ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ 3 മണിയോട് അടുത്തയക്കുന്നു. എന്നിട്ട് ഇപ്പൊ വീണ്ടും 6 മണിക്ക് എണീച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലേ, നമ്മൾ ജോലിയായി പോയില്ലേ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ തൊപ്പി കാണിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷമീറിനെതിരെയും മമ്മുവിനെതിരെയും പല തെളിവുകളും തൊപ്പി കാണിക്കുന്നുണ്ട്. ഇവർക്കെതിരെ മാത്രമല്ല, ഇന്നലെ തൊപ്പിക്കെതിരെ സംസാരിച്ചുകൊണ്ട് ജാസി എന്ന് പറയുന്നവരും അസ്പാക്ക് എന്ന് പറയുന്ന വേറൊരുത്തനും കൂടി സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെതിരെയൊക്കെ തൊപ്പി സംസാരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും എന്റെ ഒരു വീഡിയോ കണ്ടു തീർത്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാണെങ്കിൽ, തെളിവെന്നും പറഞ്ഞ് തൊപ്പി പല കാര്യങ്ങളും തൊട്ട് തലോടി പോകുന്നല്ലാതെ പല കാര്യങ്ങളിലും തൊപ്പി കാണിക്കുന്ന തെളിവുകൾ പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. അത് വഴിയെ എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി തന്റെ വീഡിയോയിൽ തൊപ്പി പറയുന്ന ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. തൊപ്പി ആദ്യമായി പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പലർക്കും അറിയുമായിരിക്കും, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തൊപ്പിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇനാക്റ്റീവ് ആണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി MRZ തൊപ്പി എന്ന് അടിച്ചു കഴിഞ്ഞാണെങ്കിൽ തൊപ്പിയുടെ അക്കൗണ്ട് കാണാൻ പറ്റില്ല. എല്ലാവരും ഇതുവരെ വിചാരിച്ചു വെച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇപ്പൊ തൊപ്പിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വന്നല്ലോ, അപ്പൊ അത് കാരണം തൊപ്പിയുടെ അക്കൗണ്ടിൽ ഒരുപാട് അൺഫോളോ വരുമല്ലോ. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് തൊപ്പി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇനാക്റ്റീവ് ആക്കി വെച്ചത് എന്നാണ് പലരും ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് തൊപ്പി ഇന്നലെ ലൈവിൽ വന്ന് പറഞ്ഞത്. നമ്മൾ എന്തായാലും അതിനെ കുറിച്ച് തൊപ്പി പറയുന്നത് കേട്ടോ. എല്ലാവരും അറിയണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഇൻസ്റ്റ അടിച്ചു കളഞ്ഞു. ഓക്കെ, ഷമീറിൻ്റെ ഒരു ഇൻസ്റ്റാ ബാൻ അൺബാൻ കമ്പനി ഉണ്ട്, അത് വെച്ചിട്ട് എൻ്റെ ഇൻസ്റ്റ അടിച്ചു കളഞ്ഞു. 3 മാസം മുന്നേ ഗ്യാങ് ഇവിടുന്ന് പിരിയുന്നതിൻ്റെ അതേ ദിവസം ഇതേപോലെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം. അന്ന് യാസിർ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ എല്ലാം പണിയെടുക്കുന്ന ഒരു ചെക്കനുണ്ട്. ചെക്കനാണ് എനിക്ക് തിരിച്ചെടുത്ത് തന്നെ. പക്ഷെ ഇത്തവണ സസ്പെൻഡ് ആയിട്ട് തിരിച്ചെടുക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കിട്ടുമായിരിക്കും അല്ലേ? കിട്ടിയാ മതിയായിരുന്നു, കിട്ടണല്ലോ അല്ലെ. അപ്പൊ താനായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇനാക്റ്റീവ് ആക്കി വെച്ചതല്ല എന്നാണ് തൊപ്പി പറയുന്നത്. ഷമീർ ഹാക്ക് ചെയ്ത് കളഞ്ഞതാണെന്നുള്ള രീതിയിലാണ് ആശ സംസാരിച്ച് വെക്കുന്നത്. ഇതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചൂന്ന് നോക്കാനില്ല അല്ലേ. മൂപ്പർ എന്താണോ പറയുന്നത് നമ്മളത് അങ്ങോട്ട് വിശ്വസിക്കാം, വേറെ എന്താ ചെയ്യാൻ പറ്റാം. എന്തായാലും നമുക്ക് നോക്കാം ഭാവിയിൽ ഇവന്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം. ഇനി ഇത് കഴിഞ്ഞ് മമ്മുവിന് പല സമയങ്ങളിലും പൈസ അയച്ചു കൊടുത്തതിന്റെ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് ആശ ലൈവിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. മമ്മുവിന്റെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനേതാ. മുഹമ്മദ് കെ മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പിന്നെ വേറെ ചേർത്തെ മറ്റേ ഫോണൊന്നും എടുത്തേ. അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്ന് നിൽക്കണേ. ഇതോ കണ്ടോ, ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം.
അല്ലെങ്കിൽ മമ്മൂനോട് മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറ. ഓക്കെ, മമ്മുവിനോട് ഇടയ്ക്കിടെ 10,000 10,000 ഒക്കെ അയച്ചു കൊടുത്തതിന് സ്ക്രീൻഷോട്ടാണ് അവിടെ തൊപ്പി കാണിച്ചിട്ടുള്ളത് അല്ലേ? ഇതിനെക്കുറിച്ച് മമ്മു തന്നെ തന്റെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൊപ്പി തന്റെ അക്കൗണ്ടിലേക്ക് ഇടയ്ക്കിടെ ക്യാഷ് ഇട്ട് തരാറുണ്ട് എന്നുള്ള കാര്യം. അത് എന്തിനാണ് ഇട്ട് തരുന്നത്? തൊപ്പിക്ക് ഫുഡ് വാങ്ങിക്കാനും തൊപ്പിന്റെ വണ്ടിയിൽ ഡീസൽ അടിക്കാനും വേണ്ടിയിട്ട്, അല്ലാണ്ട് മമ്മുവിന് സാലറി ആയിട്ട് അത് അയച്ചു കൊടുത്തതല്ല. അതിനെക്കുറിച്ച് മമ്മു തന്നെ മുമ്പ് പറഞ്ഞ വീഡിയോ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. മുമ്പ് ഞാൻ പ്ലേ ചെയ്യിപ്പിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ പ്ലേ ചെയ്യാം. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. അത് എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനിക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 റുപ്യ 20 റുപ്യ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 റുപ്യേൻ്റെ മേലെ പോകരുതെന്ന്. കേട്ടല്ലോ, ഇതൊക്കെ മമ്മു മുന്നേ പറഞ്ഞു വെച്ച കാര്യമാണ്. തൊപ്പി തനിക്ക് പൈസ തരാറുണ്ട് എന്ന് മമ്മു മുന്നേ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. പക്ഷെ അത് എന്തിനാണ്? തൊപ്പിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മമ്മുവിന് സാലറി ആയിട്ട് കൊടുത്തതല്ല. അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ തൊപ്പി കാണിച്ചത്. അതിലിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് മമ്മു ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിഞ്ഞതാണെന്ന് തോന്നുന്നു. മമ്മുവിന് അറിയുമായിരിക്കും തൊപ്പി തനിക്ക് പൈസ അയച്ചതിന് സ്ക്രീൻഷോട്ടുമായി രംഗത്ത് വരുമെന്നുള്ളത്. അത് അറിഞ്ഞ് ഇവൻ ഈ കാര്യം പറഞ്ഞതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഇതൊരു പ്രോപ്പർ തെളിവായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല തൊപ്പി. ഇവിടെ മമ്മുവിന് പൈസ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് കാര്യമില്ല. വേറെ ആർക്കെങ്കിലും പൈസ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അത് പിന്നെയും ഒരു പ്രൂഫായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അല്ലാണ്ട് ഇവിടെ മമ്മുവിന് പൈസ അയച്ചു കൊടുത്തതിന് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി 3 മാസം മുമ്പ് ഇവരുടെ MRG ഗ്യാങ് തെറ്റിപ്പിരിയുള്ള കാരണം തൊപ്പി പറയുന്നുണ്ട്. അതിന് പ്രധാന കാരണമായി തൊപ്പി പറയുന്നത് ഷമീറിന്റെയും മമ്മുവിന്റെയും ഒക്കെ ആർത്തിയാണ്. ഇവർക്ക് താൻ ഒരുപാട് പണം സ്ട്രീമിംഗ് ചെയ്ത് ലൈവ് ചെയ്തിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് പോരായിരുന്നു. അവർക്ക് വീണ്ടും പണം വേണമായിരുന്നു. അവർക്ക് പണത്തിന് അത്യാഗ്രഹമായിരുന്നു. അങ്ങനെ അത്യാഗ്രഹം മൂത്ത് തന്നെ ഭീഷണിപ്പെടുത്താൻ പോലും അവർ തുടങ്ങി. അതോടെയാണ് താൻ ഗ്യാങ് പിരിച്ചു വിട്ടത് എന്നൊക്കെയാണ് തൊപ്പി പിന്നീട് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ. ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷെ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലാ? ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്, എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഓൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ, ഇത്രയും ഓനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ഓൻ ചിന്തിച്ചില്ലെങ്കിൽ ഷമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചുതരാം. ഷമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, അതറിയാൻ തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ലൈവ് ഞങ്ങൾ കുത്തിരുന്ന് കണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞത് ഇപ്പൊ ആര് പറയണ വിശ്വസിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയല്ലോ. ഈ ഷമീറും അമ്മും പറയണത് എന്താണ്? തൊപ്പി ഞങ്ങൾക്ക് പൈസ ഒന്നും തരാറില്ല, വീട്ടിനുള്ളിൽ വെച്ച് എക്സ്ട്രീം ടോർച്ചറിങ് ആണ്, അത് സഹിക്കാൻ പറ്റാതെയാണ് ഞങ്ങൾ ആ ഗ്യാങ്ങിൽ നിന്നും ഇറങ്ങി പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ തൊപ്പിന്റെ വേർഷൻ എന്താണ്? ഈ പറയുന്ന ഷമീറിനൊക്കെ പൈസക്ക് അത്യാഗ്രഹം കൂടി അതോടെ ഗ്യാങ് പിരിച്ചു വിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോ ആര് പറയണ വിശ്വസിക്കണം അല്ലേ? എന്തായാലും രണ്ടിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നത് സത്യമായിരിക്കും, നമുക്ക് അങ്ങനെ കരുതാം. എന്തായാലും ബാക്കി കേട്ടോ. അവര് പൈസ കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അവന്മാർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിലും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാടാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ, നീ എന്താടാ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് എന്താ അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദില്, ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ ഇറക്കുന്നാ പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയില്ല, അത് ഇറക്കുന്നാ പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസി ഇന്നലെ പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ മോനെ, ജീവിതത്തിൽ മുത്ത കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ
മുത്തെ കിട്ടും എനിക്കല്ലോ, നീയെല്ലാം തീരും. ഞാൻ പറഞ്ഞത് കർമ്മയൊന്നും വേണ്ട, ഈ ലൈവ് തീരുന്നതിനുള്ളിൽ നീയെല്ലാം തീരും, മനസ്സിലാ? അമ്മാതിരി പണിയാ ചെയ്തത് നീയല്ലോ, മനസ്സിലാ? അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ട ആൾക്കാർ എന്നെ നെഗോഷിയേറ്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസി എന്ന് പറയുന്ന ഒരുത്തൻ തൊപ്പിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവന് തൊപ്പി ഡ്രഗ്സ് കൊടുക്കാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട്. അതിനെതിരാണ് ഇപ്പൊ തൊപ്പി സംസാരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, അതിന് കൂട്ടത്തിൽ തൊപ്പി ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഗ്യാങ്ങിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരുത്തനുണ്ട്, പ്രായപൂർത്തി ആവാത്ത ഒരുത്തനുണ്ട്, അതിനൊന്നും പറഞ്ഞിട്ട് അവനെ തൊപ്പി സെക്ഷ്വൽ അബ്യൂസ് ചെയ്യാൻ നോക്കിയെന്നും പറഞ്ഞ് ആരോപണം മറക്കാനുള്ള പ്ലാനിലാണ് ഈ പറയുന്ന ജാസിയും ഷമീറും മമ്മുവും എന്നൊക്കെയാണ് തൊപ്പി പറഞ്ഞു വെക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയല്ലേ? ഇതിപ്പോ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിക്കുന്ന അവസ്ഥയായി പോയി. ഇവിടെ തൊപ്പിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകൾ പ്രത്യേകിച്ച് അതിനുള്ള തെളിവുകളൊന്നും കാണിക്കുന്നില്ല. അവർ വാഗൊണ്ട് പറയുക മാത്രമാണ് ചെയ്തത്. അതിന് മറുപടി പറയുന്ന തൊപ്പിയും പ്രത്യേകിച്ച് തെളിവൊന്നും കാണിക്കുന്നില്ല. വാഗൊണ്ട് മറുപടി പറയുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം നമുക്ക് അങ്ങനെ തള്ളിക്കളയാം. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ചൂഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിനി അടുത്ത എന്താ തൊപ്പി പറയണം എന്നുള്ളത് കേട്ടോക്കാം. എല്ലാം പുറത്താക്കട്ടെ കഴിച്ച്, ഞാൻ എല്ലാം പുറത്താക്കട്ടെ, തീർക്കട്ടെ ഞാൻ 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നീയായിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം. ശരി, എന്തോന്നാടെ ഇത്? ഷമീറും മമ്മും ജാസിയും ഒക്കെ പറയുന്നു തൊപ്പി താങ്കൾക്ക് ഡ്രഗ്സ് നൽകാൻ നോക്കി എന്നുള്ളത്. എന്നാൽ തൊപ്പി തിരിച്ച് പറയുന്നത് എന്താണ്? അവന്മാര് മറ്റുള്ള പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുക്കാൻ നോക്കി എന്നുള്ളത്. ഇതിലിപ്പോ ആര് പറഞ്ഞാണ് വിശ്വസിക്കേണ്ടല്ലേ? ഫുൾ കൺഫ്യൂഷൻ ആയി പോയല്ലോ. അതാണ്, ഇതിപ്പോ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ആയി പോയല്ലോ. ബാക്കിയുടെ കേട്ടോക്കെ എന്തായാലും ഫേക്ക് കാണിച്ചരാടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ, ഇവര് എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എടാ, അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. കാണിക്കാണ്ട് വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശം കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യം. മേ ബി അത് കാരണം റിസ്ക് വരണ്ടെന്ന് കരുതിയിട്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വീഡിയോ ഒന്നും കയ്യിലുണ്ടാവില്ല, ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആരും അത്ര വെടിപ്പില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവന്മാരും ഉടായ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ചെക്കന്മാരൊക്കെ ചെറുപ്പാണ്, ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ്? ഇനി ഇതൊക്കെ കഴിഞ്ഞ് തൊപ്പി ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ വെല്ലുവിളി ഒന്ന് കണ്ടോക്കാം. കാണുമ്പോൾ ഞാൻ ഒരു ഓപ്പൺ ചാലഞ്ച് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറയാം. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിംഗും എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ ഞാൻ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ മാറിയിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഓക്കെ, അപ്പൊ താൻ ഇടയ്ക്കിടെ 2 അടിക്കാറുണ്ടെന്നുള്ളതാണ് ആശാൻ പറയുന്നത്. അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ ഇവിടെ പലരും ചെയ്യുന്ന സംഗതിയാണ്. ഇനി ഡ്രഗ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം അങ്ങോട്ട് പറയാൻ തൊപ്പി. ഇന്നത്തെ കാര്യത്തിൽ ഈ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ ആർക്കും പറ്റും. 2 ദിവസം ഒരാൾ ഡ്രഗ് ഉപയോഗിക്കാതെ നിന്ന് ടെസ്റ്റിന് വിധേയനായി കഴിഞ്ഞാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്നും ഡ്രഗ് കിട്ടൂല. ഇവന്മാർക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ, 2 ദിവസം ഡ്രഗ് ഉപയോഗിക്കാതിരിക്കുക, എന്നിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് കാണിക്കുക. സുഖമായിട്ട് അവന്മാർക്ക് വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിലൊന്നും കാര്യമില്ലെന്ന്. എന്തായാലും ഇനി ഇത് കഴിഞ്ഞ് തൊപ്പി ഒരു സാധനം പുറത്തു വിടുന്നുണ്ട് മക്കളെ. അത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഷമീർ കട്ടുമ്മ കിടന്ന് അവന്റെ സാമാന്യത്തിന് പിടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ. തൊട്ടടുത്ത് മമ്മു കിടക്കുന്നുണ്ട്. എന്നിട്ട് മമ്മു എന്താ ചെയ്യുന്നത്? ഇടയ്ക്കിടെ ചെമ്മീന്റെ സാമാനത്തിന് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ തൊപ്പി പുറത്തിടുന്നുണ്ട്. നമുക്ക് അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എതിരായത് കൊണ്ട് തന്നെ ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ പണി കിട്ടിയേക്കാം. ആണെങ്കിൽ അതിന് ഞാൻ തലേന്റെ ഭാഗം മാത്രമുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ബാക്കി നിങ്ങൾ തൊപ്പിന്റെ ലൈവ് പോയി കണ്ടാൽ മതി. ഞാൻ തന്നെ അതാണിട്ട് എന്തോ ആയിപ്പോയി. എന്തായാലും ഈ വീഡിയോ പുറത്തു വിട്ടതിന് ശേഷം തൊപ്പി എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം. പിള്ളേറിയാത്ത കാണിക്കണോ? അവന്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ? ഇതിന്റെ ബാക്കി എന്താ അറിയോ? മമ്മു എടുത്തും ഇവൻ മമ്മൂനെ ജയിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാ. ഓക്കെ,
അതിനുശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെന്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തൊക്കെയാണ് അവൻ പറയുന്നല്ലേ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്ന അതല്ല. ഓപ്പൺ ആയിട്ട് ഒരാൾ കട്ടുമ്പ് കിടന്ന് ബാത്റൂമിൽ പോയി ചെയ്യേണ്ട പരിപാടി ചെയ്യണ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എടാ ഇതിനൊക്കെ ഒരു മറയൊക്കെ വേണ്ടടേ. ഓപ്പൺ ആയി എല്ലാവരും കിടക്കുന്നിടത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇതിപ്പോ തൊപ്പിനെ എക്സ്പോസ് ആക്കാൻ വന്നിട്ട് മമ്മും ഷമീറും മൊത്തം ചീഞ്ഞ് നാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മാതിരി വീഡിയോ ആണ് തൊപ്പി പുറത്ത് വിട്ടേക്കുന്നത്. ഇനിയിപ്പോ കുറച്ചു കാലം ഇവന്മാർക്ക് കുണ്ടെന്നുള്ള പേരായിട്ട് നടക്കാം, അല്ലാതെ ഇവന്മാര് തന്നെ വരുത്തി വെച്ചതാണ്. ഇങ്ങനെ ഒരു വീഡിയോ തൊപ്പിന്റെ കയ്യിലുണ്ടെന്ന് അറിയാമെങ്കിൽ എന്തിനാണ് വെറുതെ തൊപ്പിക്കെതിരെ ഓരോന്ന് പറഞ്ഞു വരാനുള്ളത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങൂരാന്നുള്ളതാണല്ലോ, അനുഭവിക്കുക തന്നെ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് തൊപ്പി ഇനിയും ഒരുപാട് തെളിവുകൾ എന്നും പറഞ്ഞ് കുറെ വോയിസ് റെക്കോർഡൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കതൊന്നും വലിയ പ്രോപ്പർ ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇവിടെ എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മു തൊപ്പിക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നത്? താൻ തൊപ്പിയുടെ ഗ്യാങ്ങിലേക്ക് വരുന്ന സമയത്ത് തന്റേതൊരു ചോർന്നൊലിക്കുന്ന വീടായിരുന്നു, അത് മാറ്റി തരാമെന്ന് തൊപ്പി പറഞ്ഞെങ്കിലും അതിനുള്ള കാര്യങ്ങളൊന്നും തൊപ്പി ചെയ്തു തന്നിട്ടില്ലായിരുന്നു എന്നുള്ളത്. അതിനുള്ള മറുപടി തൊപ്പി നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടുനോക്കാം. മമ്മു ഹൗസ് ശരിയാ, മമ്മുവിന്റെ വീട് ചോർന്നൊലിക്കുന്ന വീട് തന്നെ. ചോർന്നൊലിക്കുന്നതല്ല, ഓടിട്ട വീടാ മമ്മുവിന്റെ. ഓക്കെ, ഓട് മാറ്റേണ്ട കാര്യം ഞാൻ ഓട് മാറ്റേണ്ട, വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ തന്തയില്ലാത്തവനെല്ലാം വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞു. ഓൻ ചെയ്ത മമ്മുവിന്റെ ചതികൾ വേറെ വരാനുണ്ട് കേട്ടോ. മമ്മു നിങ്ങൾ വിചാരിക്കുന്ന ആ പാവം ഒന്നും അറിയാത്ത ഒന്നും ഇതല്ല, ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അല്ല, ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അങ്ങനെയല്ല കാണുന്നത്. മമ്മൂന്റെ ചതികളെല്ലാം വരുന്നുണ്ട്. ഓൻ്റെ വീട് വേറൊരു ചെറിയ വീട് വെച്ചു കൊടുക്കാനാ. വീട് വെച്ചു കൊടുക്കല്ല, ഓൾറെഡി പണിത് വെച്ച വീട്ടിലേക്ക് അവൻ്റെ ഉമ്മാനും അവൻ്റെ അനിയനും മാറ്റാനാണ് നിന്നത്. മണ്ടത്തരം, വേൾഡ് ലെവൽ മണ്ടത്തരം. ഇവനിത് ഇങ്ങനെയാണെന്ന് എനിക്കറിയോ? ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എന്നോട് ശരത്തോ ആരോ പറഞ്ഞ് അത് ഓട് അങ്ങനെ വലിയ ചോർച്ചൊന്നുമില്ല, സ്ലാബ് ഇട്ടാൽ മതി എന്ന് ആരോ എന്നോട് പറഞ്ഞ്, കൂടുതലുള്ള ആരോ എന്നോട് പറഞ്ഞ്. അതുകൊണ്ട് മാത്രം അത് അവിടെ ഹോൾഡായി പോയത്. അല്ലെങ്കിൽ ആ വേറെ എൻ്റെ ഒരു വീടും പോയേനെ. ഓക്കെ, എന്നിട്ട് ആ സ്ലാബ് ഇട്ട് കൊടുക്കാനുള്ള പണി താങ്കൾ ചെയ്തു കൊടുത്തോ തൊപ്പി? അതും കൂടി വ്യക്തമാക്കാമായിരുന്നു. അങ്ങനെയെങ്കിലും പിന്നെയും ഓക്കെ. എന്തായാലും ഈ കാര്യത്തിൽ തൊപ്പിന്റെ മറുപടി എത്ര കൺവിൻസിംഗ് അല്ലാതെ പോലാണ് എനിക്ക് തോന്നിയത്. ഇനി ഇത് കഴിഞ്ഞ് ഈ പറയുന്ന ഷമീറിനെതിരെയും മമ്മുവിനെതിരെയും തൊപ്പി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന മമ്മുവും ഷമീറും ഒക്കെ ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ സമയത്ത് അവിടുന്ന് അവരെ ഡ്രഗ്സ് ഉപയോഗിച്ച് പിടിച്ചു വന്നു. അതിന് പിന്നാലെ ഇനി സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറോട് ഇവർ 1.5 ലക്ഷം രൂപ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നും തൊപ്പിയും വേറൊരുത്തരും കൂടി വന്നിരുന്ന് പറയുന്നുണ്ട്. എന്തായാലും കൂടി കേട്ടോക്കാം. സ്കാമിന്റെ കഥകൾ വരാണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്താ പറയുക, വണ്ടി അയച്ച് ഇവരെന്താ പറയുക, പൈസ കൈമ കിട്ടിയാലേ വരും, 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 1.5 ലക്ഷം രൂപ ബ്ലാക്ക് മെയില് പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആള് കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും നടക്കാറേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാലേ വരും. ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ പടം ചെയ്യുന്നു, പൈസ കിട്ടാണ് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം എടുക്കട്ടെ. ഇവരെ ഈ നേച്ചറാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലാവും? അവിടെ പോയിട്ട് അവിടെ അവര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ബെസ്റ്റ് ഇതൊക്കെ ഉള്ളതാണോ? എന്തായാലും ഈ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ ഇതിനെ കുറിച്ച് രംഗത്ത് ഒന്ന് സംസാരിക്കട്ടെ അല്ലേ. പുള്ളിക്കാരൻ ഈ തൊപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണെങ്കിൽ മമ്മു ഷമീർ നീ തീർന്നു മക്കളെ. ഇനി നിങ്ങൾ കുറച്ചു കാലം വേറെ അങ്ങോട്ടെങ്കിലും ഒളിച്ചോടുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസർ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി ഇതെല്ലാം കഴിഞ്ഞൊരു മേജർ സാധനം തൊപ്പി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം തൊപ്പി ഗ്യാങ് രൂപീകരിച്ചതിന് ശേഷം പലരും പല കോപ്രായങ്ങളും ഇവരുടെ ലൈവിൽ വന്ന് കാണിക്കാറുണ്ട് അല്ലേ. അതെല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ളത് തൊപ്പി പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറ്റേ, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് അത് കണ്ടിട്ട് എത്ര ആൾക്കാർ ചിരിച്ചു. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇരുന്നിട്ട് എന്തെല്ലാം കേസ് കേട്ടല്ലോ. അപ്പൊ ഇതുവരെ ഇവര് വീഡിയോകളിൽ കാണിച്ചതെല്ലാം വെറും സ്ക്രിപ്റ്റഡ് നാടകമായിരുന്നു എന്നർത്ഥം. അത് തൊപ്പിന്റെ നാവിൽ തന്നെ വന്നല്ലോ. അതെല്ലാം റിയൽ ആയിരുന്നു എന്ന് വിശ്വസിച്ചവരൊക്കെ ആരായി? അതന്നെ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മമ്മുവിന്റെ ഒരു മേജർ അലിഗേഷന് തൊപ്പി മറുപടി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്ത് ഒരിക്കലും എന്തോ പ്രൊമോഷൻ ചെയ്യാൻ വിസമ്മതിച്ച സമയത്ത് തൊപ്പി തന്നെ 5 മിനിറ്റോളം മുഖത്തിനിട്ട് ചവിട്ടി എന്നുള്ളത്. അതിനുള്ള മറുപടി തൊപ്പി നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. മമ്മു കട്ടിലിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ഞാൻ കട്ടിൽ കിടക്കുന്നു, മമ്മു കട്ടിലിൽ ഇരിക്കുന്നു. ഓക്കെ, അതായത് അവിടെ ഞാൻ മോന്തക്ക് അടിക്കുകയെന്ന് ശരിക്കും ചെയ്യേണ്ടത്. മോന്തക്ക് ശരിക്കും അടിക്കുക ചെയ്യേണ്ട. അതിന്റെ കാരണം കൂടി കേൾക്കണം. വാഷിങ്ങിന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, അതിന്റെ കാരണം കൂടി കേൾക്കണം. നിങ്ങൾ ഈ മമ്മൂന്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നത്? ഞാൻ അവിടെ വെക്കുന്നു, മമ്മ അവിടെ വെക്കുന്നു, ഞാൻ മറ്റേ ജാക്കി ചാനെ പോലെ ഇതിലേക്ക് ചവിട്ടുന്നു. എടാ നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് ബെഡിൽ കിടക്കുക, മനസ്സിലായി? അപ്പം എൻ്റെ കാലിൻ്റെ ഭാഗത്താണ് ഇവൻ ഇരിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് എണീച്ച് മൊത്തം അടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചവിട്ട് കൊടുത്തു. ഒറ്റ ചവിട്ട്, ഒരു ചെറിയൊരു ചവിട്ട്. ഓക്കെ, എന്തിന് ഷെയ്ഖിൻ്റെ വീട്ടിൽ നമ്മൾ എന്തിനു പോയി? ഡേറ്റ്. ഇതെല്ലാം അന്വേഷിച്ചേ അവരെന്താ പറഞ്ഞത്? ഞാൻ എന്തിനു ചവിട്ടിയെന്ന് അവർ പറഞ്ഞത്? എന്തോ ഇതാക്കാൻ വേണ്ടിട്ടോ. ഇവന് എന്താ സംഭവം? അന്നത്തെ ഡേറ്റ് അടക്കം ചിന്തിച്ചാൽ അന്ന് ആ സമയത്താണ് ഞാൻ എജു താലിം എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ എടുക്കാൻ പോയത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയപ്പം അവരൊരു ഐഡിയ പറഞ്ഞു, മമ്മൂനെ പഠിപ്പിച്ചാലോ.
ഓക്കെ. മമ്മൂന് വിദ്യാഭ്യാസവും ഇല്ല, മമ്മൂനാണ് ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞുതരാം, മറ്റേ ഞരമ്പ് സ്വഭാവങ്ങൾ ഞാൻ കാര്യം പറ്റും, അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്ത് ഇവനെ നന്നാക്കാൻ നോക്കി ഞാനാ മണ്ടൻ. ഒരിക്കലും നന്നാവില്ല അവനൊന്നും, മനസ്സിലാ? ഒരിക്കലും നന്നാവില്ല. മമ്മൂനെ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്, മനസ്സിലാ? കുറേ കേസുണ്ടാവും. അതിപ്പോൾ ബാംഗ്ലൂർ കേസ് പറയണോ? പേര് പറയില്ല, ആ പെണ്ണിന് സീനാവല്ലേ? ഒരു പെണ്ണിനെ പിടിച്ച് ഡോറിന്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ട് ഇവന്റെ ഈ കുളിസീൻ സ്വഭാവം ഒന്നല്ല ഇവൻ. ഞാൻ കാരണം ഈ മമ്മൂ എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നല്ല. ഇവൻ പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എഴുതാനും വായിക്കാൻ അറിയില്ല എന്നിട്ട് ഫേക്ക് ചെയ്ത് നടന്നത്. ഈ 2 കൊല്ലം ഇവൻ എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഇവനറിയാം, ഇവനെല്ലാം അറിയാം. ഓക്കെ, മമ്മുവിന്റെ പെണ്ണ് കേസ് അടക്കെടുത്ത് പുറത്തിട്ട് അല്ലേ? ഇതിപ്പോ തൊപ്പിനെ എക്സ്പോസ് ആക്കാൻ പോയിട്ട് മമ്മു ചീഞ്ഞി നാറുന്ന അവസ്ഥയായി പോയല്ലോ. എന്തായാലും മമ്മുവിനെ ചവിട്ടി എന്നുള്ള കാര്യം തൊപ്പി സമ്മതിച്ചല്ലോ. അത് ഒരു പ്രൊമോഷൻ ചെയ്യാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ചവിട്ടിയതെന്നും തൊപ്പി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു ഫോൾട്ട് തന്നെയാണ്. അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ആശാന് തൊപ്പിന്റെ പെണ്ണ് കേസ് എടുത്ത് പുറത്തിട്ടെന്ന് മാത്രം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മമ്മു തൊപ്പിക്കെതിരെ ചെയ്ത വീഡിയോയിൽ മറ്റൊരു അലിഗേഷനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? തൊപ്പിന്റെ ഷെഡി തന്നെ കൊണ്ട് കഴിപ്പിച്ചു, ഒരു നയാ പൈസ പോലും അതിന് തനിക്ക് തന്നില്ല എന്നുള്ള ഒരു ആരോപണം മമ്മു തൊപ്പിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയും കൂടി തൊപ്പി നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. GF ഷഡ്ഡി കഴുകിച്ചു. ഓക്കെ, ഷഡ്ഡി കഴുകിച്ച കേസ്. ഇനി ഷഡ്ഡി കഴുകി ഞാൻ എല്ലാം പ്രൂഫ്, എന്തെല്ലാം പ്രൂഫ് വേണമെന്ന് നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇവിടെ ഷഡ്ഡി കഴുകാൻ വേണ്ടി ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല, ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും? ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയിൽ ഈ ഡ്രസ്സ് കൊട്ടാന്ന് പറയുമ്പോൾ വേറെ വിചാരിക്കണ്ട. കൊട്ടാന്ന് പറയുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും ചാറ്റിൽ. അതല്ല, ഇത് ബാസ്ക്കറ്റ്. ഓക്കെ, ബാസ്ക്കറ്റ്, കൊട്ട സോറി, ബാസ്ക്കറ്റ്. അങ്ങനെ ഒരു സംഭവം ബാക്കിയുണ്ടല്ലേ? വേണ്ട, ഇതിപ്പോൾ ഇതാണ് നമ്മളെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായി? കൊട്ടൻ്റെ കേസെല്ലാം അല്ല പിന്നെ പറയണ വേണ്ട, ഒന്നും ചെയ്തൊന്നും അല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ചതിയല്ല, മനസ്സിലായോ? അതൊന്നും ചതിയേ അല്ല. ഇത് എന്തൊരു ചതിയാടാ, മരിച്ചാലും പൊറുക്കാൻ പറ്റോടിയതല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞാ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ, ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? എടാ, ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എന്തിനെടുക്കണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ടുള്ള പണികൾ ഇവിടെ ചെയ്യുന്നത് മുനുവും റാംബോവും മൻസൂർക്കും, ഇങ്ങനെ കുറേ ആൾക്കാർ, പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിനായിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ, മനസ്സിലായോ? നീ ഷഡ്ഡി കഴിച്ചിട്ട് നിന്റെ ജോലിയാടാ നായിൻ്റെ മോനെ, നിന്റെ ജോലിയാടാ അത്. നിന്നെ ഇത്രയും കാലം തീറ്റിപ്പോയിട്ട് ഇത്ര പൈസ എൻ്റെ കൊണ്ടുപോയടാ നീ. എന്നാ പറയടാ, നീ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയടാ. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഓക്കെ, ഇതാണ് തൊപ്പിന്റെ മറുപടി എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെഡ് കഴിക്കുന്നതും പണിയെടുപ്പിക്കുന്നതും നമ്മുടെ വലിയ വിഷയമുള്ള കാര്യമല്ല. അതിന് പേയ്മെന്റ് കൊടുക്കണം എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മ പറയുന്നത് അതിന് തനിക്ക് പേയ്മെന്റ് ഒന്നും തന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ തൊപ്പി പറയുന്നത് താൻ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിലിപ്പോ ആര് പറയണം നമ്മൾ വിശ്വസിക്കണം അല്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിക്കുന്ന അവസ്ഥ ആണല്ലോ. ഇനി അവസാനമായി തൊപ്പി മറ്റൊരു കാര്യത്തിനും കൂടി മറുപടി നൽകുന്നുണ്ട്. എന്താണത്? ഈ പറഞ്ഞ ഷമീർ അവന്റെ പെങ്ങളുടെ കല്യാണം വന്ന സമയത്ത് തൊപ്പിയോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം തൊപ്പി തന്നെ ആട്ടി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിക്കെതിരെ ചെയ്ത വീഡിയോയിൽ ഷമീർ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി തൊപ്പി നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. സിസ് മാരേജ്, എന്ത് സിസ് മാരേജാ ഇത്? ഞാൻ ഒരു കാര്യം പറട്ടെ, ഓൻ്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചെലവ് നോക്കി ഞാൻ നടത്താന്ന് പറഞ്ഞതാ, മനസ്സിലാ? ഓൻ്റെ പെങ്ങളെ മൊത്തം നടത്താനല്ല, അതിന്റെ മൊത്തം ചെലവ് ഓൻ എന്തിടണം, ആ വീട്ടിൽ ഓൻ്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണം അത് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതാ. അത് മൊത്തം എൻ്റെ വകാന്ന് ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞതാ. ഇവൻ ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെറുതെ എൻ്റെ പെങ്ങളെ കല്യാണത്തിന് ചോദിച്ചപ്പോൾ തന്നില്ല എന്നൊക്കെ.
ആ പറഞ്ഞത് എനിക്ക് അത്ര കൺവിൻസിംഗ് ആയി തോന്നുന്നില്ല. കാരണം ഇപ്പൊ അവിടെ തൊപ്പി പറഞ്ഞ പോലെ തന്നെ ഷമീറിന്റെ പെങ്ങളുടെ കല്യാണത്തിന് തൊപ്പി ഇപ്പൊ കുറച്ച് പൈസ കൊടുക്കാമെന്ന് ഏറ്റെന്ന് കരുതുക. ഇപ്പൊ ഷമീറിന്റെ പെങ്ങളുടെ കല്യാണം ഇപ്പൊ ഈ അടുത്താണ് നടക്കാൻ പോകുന്നത്, അടുത്ത ആഴ്ച എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ തൊപ്പി പൈസ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ തൊപ്പിക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഷമീർ ധൈര്യപ്പെടും. കാരണം തൊപ്പിക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഏറ്റ പൈസ കൂടി തൊപ്പി കൊടുക്കത്തില്ല അല്ലേ, അതും കൂടി കൊടുക്കാതെ തൊപ്പി പിൻവലിയും. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഷമീർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരും. അല്ല, എന്റെ ഒരു ഡൗട്ടാണ്. ഇവിടെ ഒന്നെങ്കിൽ ഷമീർ മണ്ടനായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ തൊപ്പി പറഞ്ഞത് കളവായിരിക്കണം. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കെടുപ്പോച്ചം എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ തൊപ്പി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിച്ചു എന്ന് മാത്രം. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്തും തൊപ്പിയുടെ ഭാഗത്തുനിന്നും ഇവിടെ ഫോൾട്ടുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് തൊപ്പിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ തൊപ്പിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ചെക്കന്മാരും അത്ര വെടുപ്പല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് കാണാം.